സാഗോ സീഡ് ഫ്രൂട്ട്സ് പുഡിംഗ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണിത്. അതായത് സാഗോ സീഡ്, നമ്മുടെ സബൂനരി, അതും നല്ല കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പുഡിംഗാണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിംഗാണിത്. അതുപോലെ തന്നെ കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഓൺ ക്യാമ്പിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് ഓൺ ക്യാമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പിയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പുഡിംഗ് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുഡിങ്ങിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഇതിന് ലഭിക്കുകയുള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയെ മധുരം യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1/2 കപ്പ് സാഗോ സീഡ്, 1/3 കപ്പ് ഷുഗർ, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് വേണം. എട്ട് ഗ്രാം ചൈന ഗ്രാസ്. ഇത് 15 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കണം. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് സാഗോ സീഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സാഗോ സീഡ് ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. ഇതിലോട്ട് നല്ല തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സാഗോ സീഡ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അടുത്തതായി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതിനോടൊപ്പം തന്നെ പാലും നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. രണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് സാഗോ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് കെട്ടിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്രൂട്ട്സ് നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 hours ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെയും പറയാണ്, നിങ്ങൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ അളവ് ഒന്ന് കൂട്ടുക. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.